കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ഒപ്പം ആ ഗരുഡ വെങ്കല ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മളങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അവിടുന്ന് സർവ്വ വിഘ്നങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഭഗവാന്റെ കോവിലിൻ്റെ അവിടേക്ക് വരാം. അങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നേരെ നമ്മൾ കാണുന്നത് കൊടിമരത്തിന് ഏകദേശം ഒരുപാട് കാലത്തെ പഴക്കം, അതായത് പഴയ രേഖകളിൽ നിന്നൊക്കെ കാണാനുണ്ട് എന്നാണ്. 74 വർഷത്തെ പഴക്കമാണ്. നമുക്കതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ആ കൊടിമരം കാണാം. അതേപോലെ അങ്ങനെ വന്ന് നമ്മൾ കാണുന്നത് വലിയ ബലിക്കല്ലും അതുപോലെ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും അതേപോലെ തന്നെ വലതുവശത്തെ ആദ്യത്തെ വലിയ തൂണും ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണുന്നു. കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായ കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു ഉണ്ണിയാണ്, പക്ഷേ ചതുർബാഹുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അമ്പാടിയിലെ യശോദാമ്മയ്ക്കൊക്കെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത, ഞാനിതാണെന്ന് കാണിച്ചു കൊടുത്ത ആ രൂപത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്ക് പട്ടുകോണകാണ് കൊടുത്തിട്ടുള്ളത്. അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, പിന്നെ ചതുർബാഹുവിൻ്റെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. 4 തൃക്കൈകൾ കാണാണ്ട്, അതിൽ ശംഖ് ചക്രം സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു വെളുത്ത താമരപ്പൂവ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഗുരുവായൂരപ്പൻ, അങ്ങനെ തന്നെ പറയാം. നല്ല രസമായിട്ട് കാഴ്ചയ്ക്ക് നല്ല രസമുള്ള ആ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പനായ ആ രൂപം എന്ത് രസമാണെന്നറിയോ. അങ്ങനെ എന്താ പറയുക, ചിരിച്ചുകൊണ്ട് തന്നെയാണ്. ആ ഉണ്ണിക്കണ്ണൻ്റെ ആ കുസൃതിയൊക്കെ മുഖത്തുണ്ടെങ്കിൽ കൂടി ചതുർബാഹു ആണേനി, ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം ആണേനി. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അത് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ്. അങ്ങനെ നോക്കുമ്പോൾ തിരുനെറ്റിയിൽ ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കഴുത്തിൽ അതേപോലെ തന്നെ ഒരു വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 3 എണ്ണം ഉണ്ട്. 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയും ആയിട്ടുള്ള പോലെ തന്നെ 3 എണ്ണം. അതേപോലെ ഉണ്ടമാലകൾ എങ്ങനെ വെച്ചാൽ 2 എണ്ണം ഉണ്ട്. അത് നല്ല തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് വെളുത്ത പൂവ്, തുളസി, തെച്ചി, പിന്നെ തെച്ചിയും തുളസിയും ആയിട്ട്, പിന്നെ ഇടയിൽ കുറേശ്ശെ വെളുത്ത പൂവ്, അങ്ങനെ നല്ല രസമായിട്ടുള്ള ചാർത്താണ്. ഇന്ന് മേൽശാന്തി തന്നെയാണ് ചാർത്തിയെന്നാണ് പറഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ, അത് തുളസിയാണ്, പിന്നെ ഒരു താമരയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക, എല്ലാവരും മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ചതുർബാഹുവായ ആ ചെറിയ ഗുരുവായൂരപ്പനെ തന്നെ കണ്ട് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടുന്ന് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് അങ്ങനെ ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴാം. പിന്നെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത്
ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ ആ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ ആ നരസിംഹസ്വാമി നമ്മളെങ്ങനെ അനുഗ്രഹിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ ദശാവതാരത്തിലെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനൊക്കെ കണ്ട് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്ഥായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരമൊക്കെ കണ്ട് തൊഴുത് നൃത്താറയും മണിക്കിണറും ഒക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ കുറൂരമേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ നേരെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ എത്തിയിട്ട് നമുക്ക് തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അങ്ങനെ അവിടുന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചതുർബാഹുവായ ഉണ്ണിയെ കണ്ട് തൊഴാം. നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയും കണ്ട് തൊഴുത് നമസ്കരിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിൽ ഉള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരിക. അങ്ങനെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അപ്പോൾ ആ കാളിയമർദ്ദന രൂപിയെ കാണാം, കണ്ട് തൊഴാം. അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചതുർബാഹുവായ ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം. അവിടുന്ന് അങ്ങനെ വന്ന് തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.